എന്റെ അച്ഛന് ഈ അവസ്ഥ തന്നെയായിരുന്നു, വയ്യാത്തായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ അച്ഛന്റെ ഒരു ഓർമ്മ തോന്നി, അങ്ങനെ വിളിച്ച് എടുത്തിറക്കി സൈഡിലോട്ട് നിർത്തി. വീഡിയോ ഭാഗത്ത് അവിടെ ഒരു ചേച്ചിയാ ഇന്നലെ ആയിരിക്കും മെസ്സേജ് അയച്ചാ ചേച്ചി, അറിയത്തില്ല, ശാന്തി എന്ന പേര് വാട്സ്ആപ്പ് മെസ്സേജ്. എങ്ങനെ അത് എടുത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അച്ഛന്റെ ഓർമ്മ വന്നപ്പം ആ ചേച്ചി ആ കമന്റ് എടുത്ത് റിപ്ലൈ ഇട്ടു. വീഡിയോ കണ്ട് ഞാൻ കമന്റ് എല്ലാം വായിച്ചപ്പോൾ ഞാനും കരഞ്ഞുപോയി. ഞാനത് കണ്ടു, കുറെ പേരെ നമ്പറൊക്കെ ഇട്ടുണ്ട് വിളിക്കാന്ന് പറഞ്ഞു. ആരാന്നറിയാമോ? എവിടെ പോയായിരുന്നു അദ്ദേഹം? മലയാരപ്പുഴ അമ്പലത്തിൽ പോയി പുള്ളി അവിടെ ഇരിക്കുവായിരുന്നു, ബസ് അറിയാതെ. അപ്പം അവർക്ക് പൂഴിക്കാട് പോയി. അപ്പൊ ഞാൻ പറയാം പന്തളത്ത് ഇറങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ കയറി സ്റ്റാൻഡിൽ ഇറങ്ങാൻ പിടിക്കാൻ പോലും പോയി. അപ്പൊ അങ്ങനെ ഞാൻ എടുത്തിറക്കി സൈഡിൽ ഇരുത്തി. അമ്മയുണ്ടായിരുന്നു. വീഡിയോ പകർത്തിയത് ആരാണ്? വീഡിയോ പകർത്തിയത് അവിടെ ഒരു ചേച്ചിയാ ഇന്നലെ ആയിരിക്കും മെസ്സേജ് അയച്ചാ ചേച്ചി, അറിയത്തില്ല, ശാന്തി എന്ന പേര് വാട്സ്ആപ്പ് മെസ്സേജ്. അതില് എത്ര വരെ പഠിച്ചു? ഡിപ്ലോമ. അതിനുശേഷം എന്തായിരുന്നു ഡിപ്ലോമ? എന്തായിരുന്നു? ഇൻസ്ട്രുമെന്റേഷൻ. അതിനുശേഷം വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടിൽ ഞാന് 2 മക്കളുണ്ട്, ഭാര്യ, അമ്മ, മാമൻ. ഭാര്യയുടെ പേരെന്താണ്? അനഘ. മക്കളുടെ പേര്? അദനവ്, അദ്വൈത്. അവരെന്താ പഠിക്കുന്നത്? കുഞ്ഞുങ്ങളാ, 4 വയസ്സും 2.5 മാസം. ഞാൻ ചോദിച്ചപ്പോ തന്നെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എന്റെ അച്ഛൻ ഈ അവസ്ഥയാന്ന് പറയുന്നു. അച്ഛൻ ഇപ്പോൾ മരിച്ചുപോയി. അച്ഛൻ എന്തായിരുന്നു? അച്ഛന് ഞാൻ ജനിച്ച് 2.5 മാസം കഴിഞ്ഞപ്പം തെങ്ങേന്ന് വീണ് അരക്കി പോട്ട് തളർന്നു പോയതാ. ആ സമയം പോലെ അച്ഛൻ കിടപ്പല്ല, 3 വീൽ സൈക്കിള്. നിങ്ങളെ മക്കൾ എത്ര പേരാ? 2 ആണുങ്ങളാ? അല്ല, ഒരു ചേച്ചിയുണ്ട്, കല്യാണം കഴിഞ്ഞു. അപ്പം കൂടുതലും ജോലിക്കൊക്കെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോ തൊട്ട് മൈക്കാട് പണി, വാർപ്പ്, അങ്ങനെ പോയി. അപ്പൊ അച്ഛനെ നമ്മള് ഒരാളുടെ സഹായം വേണമായിരുന്നു. അച്ഛനെ ഇതുകൊണ്ട് തന്നെ എടുത്തോണ്ടായിരുന്നു നടക്കുന്നത്. അരക്കി പോട്ട് നട്ടുള്ള സാഹചര്യം ഇല്ലല്ലോ. ഇങ്ങനൊരു സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് അല്ലേ അച്ഛന്റെ ഓർമ്മ വന്ന്. ശരി. പിന്നെ അതിനുശേഷം വീഡിയോ പകർത്തി ആ സമയത്തൊന്നും അറിഞ്ഞില്ല ഇതിങ്ങനെ സോഷ്യൽ മീഡിയ. ചേച്ചി ഇങ്ങനെ അയച്ചപ്പോ ഞാൻ അതിനകത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചു, ഇങ്ങനെ എവിടെ വെച്ച് എടുത്തെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ് എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇന്നോട്ട് ഞാനാ സംഭവം എന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചി വീഡിയോ അയച്ചു തന്നു. ഞാനിപ്പം എങ്ങനെ അത് എടുത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അച്ഛന്റെ ഓർമ്മ വന്നപ്പം ആ ചേച്ചി ആ കമന്റ് എടുത്ത് റിപ്ലൈ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കമന്റ് എല്ലാം വായിച്ചപ്പോൾ ഞാനും കരഞ്ഞുപോയി. അതിലാരാന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഞാനത് കണ്ടു, കുറെ പേരെ നമ്പറൊക്കെ ഇട്ടുണ്ട് വിളിക്കാന്ന് പറഞ്ഞു. ശാന്തി എന്ന ഒരു ചേച്ചിയാണ് അഖിൽ കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും നമുക്ക് മനസ്സിനൊരു കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ എന്താ പറയുക, നമ്മൾ എത്രത്തോളം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വീഡിയോയാണ് ഇത്തരത്തിൽ പകർത്താൻ തോന്നിയത്. അത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അഖിലിന് അനുമോദനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അഖിൽ ചെയ്ത ആ പ്രവൃത്തി അത് നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തി തന്നെയാണ്. കാരണം